സ്വാഗതം ചെയ്യാണ്. അപ്പോൾ നമ്മൾ പരിപാടിയിലോട്ട് കടക്കല്ലേ, അപ്പോൾ നിങ്ങളുടെ അഭിസംബോധന ചെയ്ത് നിങ്ങളുടെ പരിപാടിയിലോട്ട് സ്വാഗതം ചെയ്യാൻ അഹമ്മദ് ദേവർകോൾ സാറിനെ ഞാൻ ഈ വേദിയിലോട്ട് സ്വാഗതം ചെയ്യാണ്. അദ്ദേഹത്തിന് കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ. ഇനിയും മുഖ്യമായ മറ്റു പ്രോഗ്രാമുകൾ ഉണ്ടായതുകൊണ്ട് കുറഞ്ഞ സമയം നമ്മുടെ കൂടെ അദ്ദേഹം ചിലവഴിച്ച് നിങ്ങളെല്ലാവരെയും ഈ പ്രോഗ്രാമിലോട്ട് സ്വാഗതം ചെയ്ത് അദ്ദേഹം നമ്മുടെ അടുത്ത് നിന്ന് പോകുന്നതാണ്. പ്ലീസ്. ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ കൗൺസിലേഴ്സിനാണ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. അതിന് കാരണം ഏത് ഒരു 15-18 വയസ്സായ ഒരാൾ ഫോബിയ, ആൻസൈറ്റി ഇല്ലാത്തവർ ഇല്ല എന്നാണ് സൈക്കോളജിക്കൽ പഠനം പറയുന്നത്. അത്തരം ഒരു കേസ് വരുന്ന സമയത്ത്, അത്തരം ഒരു സ്പാർക്ക് വരുന്ന സമയത്ത് അത് ഫോളോ ചെയ്യാനും വേദിയിലെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് എല്ലാവരും നല്ല നിറഞ്ഞ കയ്യടികൾ കൊടുക്കുക. വളരെ ബഹുമാന ആദരവോടുകൂടി അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലോട്ട് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ബോച്ചെ കടന്നു വരുന്നുണ്ട്. നല്ല കയ്യടികൾ കൊടുക്കുക അദ്ദേഹത്തിന്. സ്ഥാപനങ്ങളൊക്കെ ഉള്ള അദ്ദേഹം ബിസിനസ് വ്യക്തിയാണ്. കോൺകർ ദ വേൾഡ് വിത്ത് ലവ് നിങ്ങളോട് സംവദിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യാണ്. എൻ്റെ മുദ്രാവാക്യം കോൺകർ ദ വേൾഡ് വിത്ത് ലവ് എന്നാണ്. അതുകൊണ്ട് എനിക്ക് ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം സോറി, ലാസ്റ്റ് ടൈം എനിക്ക് വരാൻ സാധിച്ചില്ല. ഐ തിങ്ക് ലാസ്റ്റ് ഇയർ ആയിരുന്നു, കഴിഞ്ഞ വർഷം എത്തിപ്പെടാൻ പറ്റിയില്ല. പ്രത്യേകം മാപ്പ് ചോദിക്കുകയാണ്. ഈ പ്രാവശ്യം ഇത്തിരി ഉത്തരവാദിത്തം കാണിക്കണ്ടേ, അതുകൊണ്ട് ഞാൻ തൃശ്ശൂരിൽ നിന്ന് 6 മണിക്ക് എണീറ്റിട്ട്, സാധാരണ 8 മണി കഴിഞ്ഞിട്ട് എനിക്ക് 6 മണി ഒരുപാട് ഫംഗ്ഷനുകളിലൊക്കെ പറ്റാവുന്ന സമയത്ത് പോവാറുണ്ടെങ്കിലും ഇത് വെറും ഒരു ഫംഗ്ഷൻ മാത്രമായിട്ടല്ല ഞാൻ കാണുന്നത്. ഇത് നിങ്ങൾക്ക് ഒരുപാട് അവസരം ഉണ്ടാക്കിയിട്ടുള്ള സബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇതിന് വളരെ പ്രാധാന്യമുണ്ട്. ഒരു വ്യക്തി എന്തൊക്കെ പഠിച്ചാലും എന്തൊക്കെ ഡിഗ്രി എടുത്താലും പ്രാക്ടിക്കൽ ലൈഫിൽ കൈവരിക്കണമെങ്കിൽ പ്രാക്ടിക്കലായിട്ട് സൈക്കോളജി, ഇച്ചിരി മെന്റലിസം അറിയണം. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയണം. ഇപ്പോ ഞാൻ കോളേജ് കംപ്ലീറ്റ് ആക്കാത്തൊരു വ്യക്തിയാണ്. പിന്നെ ഞാൻ വളരെ ബിസി ആയിരുന്നു. എനിക്ക് ആവശ്യത്തിനുള്ള അറ്റൻഡൻസ് ഉണ്ടായിരുന്നില്ല. കാരണം കോളേജിന്റെ പുറത്താണ് അധികം നേരം ഞാൻ സ്പെൻഡ് ചെയ്തിരുന്നത്. സ്റ്റുഡൻ്റ് ആണെങ്കിലും വിസിറ്റിംഗ് പ്രൊഫസറെ പോലെ ആയിരുന്നു. അതുകൊണ്ട് പ്രിൻസിപ്പൾ പറഞ്ഞു നേരത്തെ തന്നെ സർട്ടിഫിക്കറ്റ് ഒക്കെ തന്നു കിട്ടും. എൻ്റെ ബിസിനസ്സിൽ അല്ലെങ്കിൽ എൻ്റെ കരിയർ, അത് സ്പോർട്സ് ആവട്ടെ, ബിസിനസ് ആവട്ടെ, സോഷ്യൽ വർക്ക് ആവട്ടെ, എന്റർടൈൻമെന്റ് ആവട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഹൗ ഐ